മോൾ അമ്മയുടെ അടുത്തേക്ക് വെക്കോ. എങ്കിൽ ശരി, വീണ്ടും കാണാം. വാ സഞ്ജയ്. ഇവളാരാന്ന് അവളുടെ വിചാരം? ഒരു പൂർണിമ വന്നിരിക്കുന്നു. താര പ്ലീസ്, നീ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ട. ദൈവത്തെ ഓർത്ത് നീ ഇവിടുന്ന് പോ. എന്താ സഞ്ജയ്, തന്റെ മുൻ ഭാര്യയ്ക്ക് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് തനിക്ക് പേടിയാണോ? നീ കാരണം അവൾക്കല്ല, അവള് കാരണം നിനക്കാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നിനക്ക് പൂർണ്ണമേ അറിയില്ല. താര പ്ലീസ്, നീ ചെല്ല്, നമുക്ക് നാളെ സംസാരിക്കാം. പൂർണിമയെ പേടിച്ചൊളിച്ചോടാൻ ഈ താര ഒരു ഭീരുവല്ല. ഓഹ്, എനിക്ക് വേണ്ടി പ്ലീസ് പോ, ഒന്ന് ചെല്ലേ, പോ. ഇതാ അണ്ണാ, സഞ്ജയ് അല്ലേ നിൽക്കുന്നേ? ഫയല് വന്നില്ലെങ്കിലേ തീർത്തേക്കാനാ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നേ. നീ മിനിസ്റ്റർക്കെതിരെ ഇലക്ഷന് പൊട്ടിക്കാൻ ഒരു ഫയൽ റെഡിയാക്കി വെച്ചിട്ടില്ലേ? അത് ഞങ്ങൾക്ക് വേണം. തന്നില്ലെങ്കിലോ? നിന്നെ ഞങ്ങൾ ഇവിടെ ഇട്ട് തീർക്കും. എന്നാ പിന്നെ ഒന്ന് കാണട്ടെ. അപ്പൊ നീ ഫയല് തരില്ലെന്ന് ഉറപ്പാണോ? എന്നെ തീർത്താലും നിങ്ങൾക്കത് കിട്ടാൻ പോകുന്നില്ല. അത് എത്തേണ്ടടത്ത് എത്തിക്കാണും. സമയമാകുമ്പോ വെളിയിൽ വന്നോളൂ. യുവമാരെ ലോക്കൽ പോലീസിൽ ഏൽപ്പിക്കണം. ബാഗ് ജോർജ് സാറിനെ അറിയിച്ചിട്ട് നമ്മുടെ ലോക്കറിൽ സൂക്ഷിക്കണം. ശരി, കൊണ്ടുവയ്ക്കോ. നിക്കടാ. സഞ്ജയ് അല്ലേ കുറെ പേര് ചേർന്ന് ഓടിക്കുന്നത്? അതെ, നമുക്ക് സഞ്ജയെ രക്ഷിക്കണം. ആ ഭാഗത്ത് പൂർണ്ണിമ ചേച്ചി, അക്ഷിത എല്ലാവരും ഉണ്ട്. ചിലപ്പോൾ ആളുകളെ കണ്ട് ഗുണ്ടകൾ വിട്ടിട്ട് പോകും. അങ്ങനെ പോയില്ലെങ്കിൽ നമുക്ക് വേണ്ട ചെയ്യാം. വാ. ഇടരുന്നവനെ. നീ ഓടി അങ്ങ് രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? ഫയൽ തരാതെ നിന്നെ എവിടെ നിന്ന് വിടുന്ന പ്രശ്നമല്ല. കൊല്ലൊന്ന് പറഞ്ഞാ കൊന്നിരിക്കും. പറടാ, എപ്പോ തരും ഫയല്? അവര് ചോദിക്കുന്ന എന്താന്ന് വെച്ചാൽ കൊടുത്തൂടെ? വെറുതെ എന്തിനാ ഇങ്ങനെ തല്ല് മേടിക്കുന്നേ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടികൂടി ചാവാൻ നടക്കുന്നേ? കണ്ടോടാ, കാഴ്ചക്കാർക്ക് പോലും വിവരമുണ്ട്. പിരിഞ്ഞു നിൽക്കുവാണെങ്കിലും കെട്ടിയവനെ തൊട്ടപ്പോ പൂർണിമയ്ക്ക് കൊണ്ടല്ലോ. ഒരു കൊലപാതകത്തിന് സാക്ഷിയാവണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്.
ഇവനെ ഞങ്ങൾ അങ്ങ് തീർക്കാൻ പോവാ. ഏയ് ആ അയ്യോ പറടാ, ഫയൽ എപ്പോ തരുന്ന്? എടാ പറയാൻ മോളെ ആകണ്ടെന്നുണ്ടെങ്കിൽ പറയടാ അങ്ങോട്ട്. മോളെ ഈ കൊച്ചെന്തായി കാണിക്കുന്നേ? പറഞ്ഞാലും മനസ്സിലാവും. മോളെ വിടറാ. ഇതിന് സംസാരിക്കാൻ വയ്യാത്ത തോന്നുന്നു. മോളെ ആ കുഞ്ഞ് അവളുടെ അച്ഛനൊന്നും ചെയ്യല്ലേന്നാ പറയുന്നേ. അതുപോലും മനസ്സിലാക്കാൻ നിനക്കൊന്നും പറ്റുന്നില്ലല്ലോ. ഓ, ഇത് ഇവന്റെ മോളാണോ? ധ്വനിമോളെ, മോളെ ഇങ്ങോട്ട് വാ. ദുഷ്ടന്മാര് അവന്മാര്, മനസാക്ഷി ഇല്ലാത്തവന്മാര്. അവിടെ നിൽക്കണം. ചേച്ചി, മോളെ, പിടിക്ക്. ഒരുത്തനും അനങ്ങിപ്പോരുത്. വേണ്ട വേണ്ട. അനങ്ങിയോ തീർത്തോളെ ഞാൻ. പൃഥ്വി, അതേടാ, ഞങ്ങള് ദുഷ്ടന്മാരാ. ഇവിടെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. മോളെ വിടറാ. നീ ഫയല് കൊണ്ടുവരുമ്പോ കൊച്ചിനെ തിരിച്ചു തരാം. കിടന്ന് പിടയ്ക്കാതെ. ഒന്നും ചെയ്യരുത്. ആരെങ്കിലും പുറകെ വരാൻ നോക്കിയാലോ, പോലീസിനെ വിളിച്ചാലോ കൊച്ചിന്റെ കാര്യം പോക്കാ. കേട്ടല്ലോ? എന്റെ മോളെ ഒന്നും ചെയ്യല്ലേ പൃഥ്വി. കുഞ്ഞിനെ വിടാൻ പറ പൃഥ്വി. ഏയ്, അയ്യോ മിണ്ടരുത്. മോളെ, പിറകെ വരരുത്. ഉണ്ടെങ്കിൽ നിൽക്കണോ അവിടെ. കൊല്ലും ഞാൻ. മോളെ, മോളെ ദാ, ഫയൽ എടുത്തിട്ട് വിളിക്കാം. നിന്റെ കൊച്ചിനെ ഞങ്ങൾ അപ്പൊ തരാം. ഏയ് ഈശ്വരാ. എന്റെ മോളെ. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞ്. മോളെ ഇവൻ നിന്റെ ജീവിതത്തിൽ വന്നു കയറി അന്ന് തുടങ്ങിയ ടെൻഷൻ. മോളെ, ഫയലോ തെളിവോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തു കൊടുത്ത് കുഞ്ഞിനെ രക്ഷിക്കണോ. ഒന്ന് ചെല്ലടാ അങ്ങോട്ട്. മോളെ, പോ, നാശം പിടിച്ചവൻ. മോളെ. മോളെ, മോൾ അമ്മയുടെ അടുത്തേക്ക് വെക്കോ.